അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇൽമില്ലെങ്കിൽ ഇൽമുണ്ടായാലും ചിലപ്പോൾ ബോധം ഉണ്ടാവണമെന്നില്ല. ഒരുപാട് ഇൽമുണ്ടാവും, പക്ഷെ ബോധം നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ സൂക്ഷിക്കുക. ഈ ദുനിയാവ് കാലം കൂടുന്തോറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല തെറ്റുകൾ ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന അവസ്ഥകൾ വളർന്നുകൊണ്ടിരിക്കുക. പണ്ട് ഒരു ഹറാം ചെയ്യണമെങ്കിൽ ഒളിച്ചും പാത്തൊക്കെ ചെയ്യണം, ഒരു 50-100 വർഷം മുമ്പ്. എന്നുവെച്ചാൽ എപ്പോഴും എല്ലായിടത്തും നന്മ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടുത്ത് ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും. അതുപോലെ ഇപ്പോഴുള്ള അത്ര ടെക്നോളജി ഒന്നുമില്ല. ചാറ്റിങ്ങും സോഷ്യൽ മീഡിയയും ഫോണും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹറാമിൻ്റെ സാഹചര്യം വളരെ കുറവാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഹറാമ് പബ്ലിക്കായിട്ടും ചെയ്യുക, ഒളിഞ്ഞു ചെയ്യുക, എല്ലാം അവൈലബിളാണ്. ആരും ചോദിക്കാൻ നിൽക്കില്ല. കാരണം ഹറാം ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കാൻ, ഇത് ഹറാമാണോ ഹലാലാണോ എന്ന് വേർതിരിച്ച് കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ അതിൽ നിന്നൊക്കെ കണ്ണടച്ച് കുറച്ച് അമൽ ചെയ്താൽ അള്ളാഹിൻ്റെ വരിയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റും. കാരണം ഹറാം നിറഞ്ഞൊരു കാലഘട്ടത്തിൽ നീ ഒരു നന്മ ചെയ്തത് അള്ളാഹിൻ്റെ അടുത്ത് ഏറ്റവും വലിയ പുണ്യമാണ്. പണ്ട് അങ്ങനല്ല. പണ്ട് ഹറാമില്ല, ഒരു നന്മയില്ല. അപ്പം നന്മയിൽ ഒരുപാട് മത്സരിക്കുന്ന ആളുകളായിരുന്നു വിലായത്തിലേക്ക് എത്തിയത്. പക്ഷെ ഇപ്പോൾ കുറച്ച് അമൽ ഇഖ്ലാസോടുകൂടി ചെയ്താൽ, ഹറാമിന് നേരെ കണ്ണടച്ചാൽ തന്നെ നമുക്ക് വിലായത്തിലെത്താൻ പറ്റും. അത്രമാത്രം ഹറാമുകൾ ഓപ്പണാണ്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളത്തിൽ പറഞ്ഞത്, എത്രത്തോളം എന്ന് വെച്ചാൽ പബ്ലിക്കായിട്ട് ആളുകൾ വ്യഭിചരിക്കും. അപ്പോൾ വേറെ ആൾ അവരോട് പറയത്ര, നിങ്ങൾക്ക് വല്ല ഒളിവുള്ള സ്ഥലത്ത് പോയിട്ട് വ്യഭിചരിച്ചൂടെ, എന്തിനാണ് ഇങ്ങനെ ആളുകൾ കാണുന്നത് വ്യഭിചരിക്കുന്നത് എന്ന് ഒരു മുത്തഖിയുടെ വാക്കിൽ നിന്ന് അങ്ങനെ വരുമത്ര. അത്രമാത്രം ദാഹിറായിരിക്കും, അത്രമാത്രം വെളിപ്പെടും ഹറാമുകൾ എന്നാണ്. അതാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലേ. ഏതല്ലോ യൂറോപ്പ് നാടുകളിലൊക്കെ അങ്ങനെ പബ്ലിക്കായിട്ട് വ്യഭിചരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒരുവിധെല്ലാമായി ഇമാം മഹ്ദി വരെ വേണ്ടുള്ളൂ. അത്തരമൊരു